ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. അനുഗ്രഹം യൂട്യൂബ് ചാനലിലേക്ക് ഈശോയുടെ നാമത്തിൽ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കരിസ്മാറ്റിക് നവീകരണത്തിൽ എങ്ങനെ ദൈവത്തെ സ്തുതിക്കാം, ആരാധിക്കാം എന്നുള്ള ഒരു വിഷയമാണ് ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത്. 136 സങ്കീർത്തനത്തിൽ അതിൻ്റെ 26 തിരുവചനത്തിൽ സങ്കീർത്തകൻ ദാവീദ് രാജാവ് ഇപ്രകാരം പറഞ്ഞു വെക്കുന്നുണ്ട്: സ്വർഗസ്ഥനായ പിതാവിന് നന്ദി പറയാം, അവിടുത്തെ കാരുണ്യം അനന്തമാണ്. അപ്പോൾ സ്വർഗസ്ഥനായ പിതാവിന് നന്ദി പറഞ്ഞാണ് നമ്മളെല്ലാവരെയും ദൈവത്തെ സ്തുതിക്കുകയും ആരാധിക്കുകയും ചെയ്യേണ്ടത്. സങ്കീർത്തനം അങ്ങനെ പറഞ്ഞു വെക്കുമ്പോൾ പിതാവായ ദൈവത്തിന് നമ്മളെല്ലാവരും നന്ദി പറയണം. പുത്രനായ യേശു പറയുന്നുണ്ടല്ലോ, സ്വർഗസ്ഥനായ പിതാവേ എന്നുള്ള പ്രാർത്ഥനയാണ് ദൈവമക്കളെ പഠിപ്പിച്ചത്, ദൈവജനത്തെ പഠിപ്പിച്ചത്. അപ്പോൾ നമുക്ക് പിതാവിൻ്റെ സന്നിധിയിൽ പുത്രനായ യേശു പ്രാർത്ഥിക്കുന്ന വലിയൊരു പ്രാർത്ഥന നമ്മൾ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ കാണുന്നുണ്ട്. അത് നമ്മൾ കാണുന്നത് വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ അതിൻ്റെ 11-ാം അധ്യായത്തിൻ്റെ 41-ാം തിരുവചനത്തിൽ യേശു പ്രാർത്ഥിക്കുന്ന ഇപ്രകാരമാണ്: ലാസറിൻ്റെ ശവകൂടത്തിൽ ചെന്ന് യേശു പറയുന്നു, കല്ലെടുത്ത് മാറ്റുക. സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്തി യേശു പ്രാർത്ഥിക്കുന്ന വളരെ മനോഹരമായ ഒരു പ്രാർത്ഥനയാണ്. പിതാവേ, അങ്ങൻ്റെ പ്രാർത്ഥന ശ്രവിച്ചതിനാൽ ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു. യേശു പ്രാർത്ഥിക്കുന്നത് പിതാവുമായി ഗാഢബന്ധത്തിലാണ്. നമുക്കും കരിസ്മാറ്റിക് നവീകരണത്തിൽ വന്ന നമ്മൾ ഓരോരുത്തരും യേശുവുമായിട്ട് ഒരു ഗാഢ ബന്ധത്തിലാണ് ഞാനും നിങ്ങളും പ്രാർത്ഥിക്കേണ്ടത്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ കർത്താവ് ഒരുപാട് അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞിട്ടുണ്ട്. ഈ കാലഘട്ടത്തിൽ നമുക്കറിയാം, പലപ്പോഴും യേശു നമ്മുടെ ജീവിതത്തിൽ ചൊരിഞ്ഞ അനുഗ്രഹങ്ങളെ ഓർത്ത് പലപ്പോഴും നന്ദി പറയാതെ കിട്ടാതിരിക്കുന്നതിനെക്കുറിച്ച് ആകുലപ്പെടുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാൻ നിങ്ങൾ ജീവിക്കുന്നത്. അപ്പോൾ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ചൊരിഞ്ഞ നന്മകളെ ഓർത്ത് നന്ദിയാണ് ദൈവസ്തുതി, ആരാധന. കരിസ്മാറ്റിക് നവീകരണ പ്രാർത്ഥനയിലും പ്രാർത്ഥനാ ഗ്രൂപ്പുകളിലെല്ലാം പ്രാർത്ഥിക്കുന്ന വളരെ മനോഹരമായ പ്രാർത്ഥനയാണ്. ആഴ്ചകളിൽ ഒന്നിച്ചു കൂടുമ്പോൾ കഴിഞ്ഞ ഒരാഴ്ചക്കാലം കർത്താവെ ഞങ്ങളെവിടുന്ന് വഴി നടത്തി, കഴിഞ്ഞ ഒരാഴ്ചക്കാലം ഞങ്ങൾ എവിടെയായിരുന്നു, അവിടെയെല്ലാം നീ ഞങ്ങളെ കാത്തു പരിപാലിച്ചതിനോർത്ത് നന്ദി പറയുന്നു. ഈ ഒരാഴ്ചക്കാലം അല്ലെങ്കിൽ ഈ ഒരു മാസക്കാലം അല്ലെങ്കിൽ ഒരു വർഷക്കാലം, ഈ കോവിഡ് കാലത്ത് പോലും നമ്മുടെ ജീവിതനെ കർത്താവ് പിടിച്ചു നിർത്തി. അതിനെ ഓർത്ത് പലപ്പോഴും നമ്മൾ നന്ദി പറഞ്ഞാണ് കരിസ്മാറ്റിക് നവീകരണ കൂട്ടായ്മയിൽ പ്രാർത്ഥിക്കുന്നത്. അങ്ങനെയാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. കർത്താവ് പ്രാർത്ഥിച്ചതുപോലെ സങ്കീർത്തനോട് ചേർന്ന് സങ്കീർത്തനത്തിൻ്റെ പുസ്തകത്തിൽ അതിൻ്റെ 103-ാം അധ്യായത്തിൻ്റെ 2 വാക്യം നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്: എൻ്റെ ആത്മാവേ കർത്താവിനെ വാഴ്ത്തുക, അവിടെ നൽകിയ അനുഗ്രഹങ്ങളൊന്നും മറക്കരുത്. യഥാർത്ഥമായ സ്തുതി ആരാധന എന്ന് പറയുന്നത് കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ചൊരിഞ്ഞ നന്മകളെ ഓർത്ത് നന്ദിയാണ്, സ്തുതിയാണ്, ആരാധനയാണ്. ഇതാണ് കരിസ്മാറ്റിക് നവീകരണത്തിൽ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ ചെയ്യേണ്ടതും അതുപോലെ തന്നെ മറ്റുള്ളവരെ നമ്മൾ ഇത് പഠിപ്പിക്കേണ്ടതും ഇത് തന്നെയാണെന്ന് പ്രിയപ്പെട്ടവരെ തിരുവചനം നമ്മളെ സാക്ഷ്യപ്പെടുത്തുക. എന്നാൽ നമ്മൾ പഴയ നിയമത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ തോബിത്തിൻ്റെ പുസ്തകത്തിൽ അതിൻ്റെ 12-ാം അധ്യായത്തിൻ്റെ 6 തിരുവചനം നമ്മളവിടെ കാണുന്നത് ഇങ്ങനെയാണ്: തോബിയാസിനെയും സാറായെയും ദൂതൻ രഹസ്യമായി വിളിച്ചു പറയുന്നൊരു കാര്യമാണ്. ദൂതൻ 2 പേരെയും വിളിച്ച് ഇപ്രകാരം പറയും: ദൈവം നിങ്ങൾക്ക് ചെയ്ത നന്മകളെ പ്രതി സകല ജീവജാലങ്ങളുടെയും മുമ്പിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുവിൻ. എന്നിട്ട് പറയുകയാണ്, നന്ദി പറയാൻ അമാന്തമരുത്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ കർത്താവ് നൽകിയ ആ നന്മകളെ ഓർത്ത് പലപ്പോഴും നമ്മൾ നന്ദി പറയാതെ ആകുലപ്പെടുമ്പോൾ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ നൽകാനിരിക്കുന്ന അനുഗ്രഹങ്ങൾക്ക് പോലും അതൊരു തടസ്സമാകുന്നില്ലേ എന്ന് നമ്മൾ ഈ കാലഘട്ടത്തിൽ ചിന്തിക്കേണ്ടതാണ്. എൻ്റെയൊക്കെ ജീവിതത്തിലാണെങ്കിലും കഴിഞ്ഞ 30 വർഷമായിട്ട് യേശുക്രിസ്തുവിനെ അറിഞ്ഞു. അന്നു മുതൽ ഇന്ന് വരെ കർത്താവ് നൽകിയ അനുഗ്രഹങ്ങളെ ഓർത്ത് നന്ദി പറയുമ്പോൾ നമുക്ക് ഈ തിരുവചനത്തോട് ചേർത്ത് വെച്ച് നമുക്ക് പ്രാർത്ഥിക്കാനായിട്ട് സാധിക്കണം. വീണ്ടും നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണല്ലോ, 1 തെസ്സലോനിക്കർ 5:18: നിങ്ങളെല്ലാ കാര്യങ്ങളും നന്ദി പ്രകാശിപ്പിക്കുവിൻ,
ഇതായിരിക്കും യേശു ക്രിസ്തുവിൽ നിങ്ങളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഹിതം. പലപ്പോഴും ഈ വചനമൊക്കെ നമ്മൾ ധ്യാനിക്കുമ്പോഴും പലരും പറയുന്ന ഒരു കാര്യമുണ്ട്, ഇങ്ങനെ എല്ലാ കാര്യങ്ങൾക്കും നന്ദി പറയാനായിട്ട് സാധിക്കുമോ? പറയാനൊക്കെ നമുക്ക് എളുപ്പമാണ്, എങ്കിലും നമ്മളിത് പ്രാക്ടിക്കലാക്കുമ്പോഴാണ് നമ്മുടെയൊക്കെ എല്ലാ ജീവിതത്തിലും നന്ദിയുള്ള ഒരു ഹൃദയമായി നമ്മൾ മാറുന്നത്. എല്ലാ കാര്യങ്ങളും നന്ദി പ്രകാശിപ്പിതായിരിക്കും യേശു ക്രിസ്തുവിൽ നിങ്ങളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഹിതം. അപ്പോൾ നമ്മളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഹിതം എന്ന് പറയുന്നത് എല്ലാ കാര്യങ്ങളിലും നന്ദി പ്രകാശിപ്പിക്കുക എന്നുള്ളതാണ്. നമ്മുടെ ജീവിതത്തിൽ കർത്താവ് ഒരുപക്ഷെ തകർച്ചകളുണ്ട്, ഒരുപക്ഷെ വേദനകളുണ്ട്, ഒരുപക്ഷെ കടബാധ്യതയുണ്ട്, ഒരുപക്ഷെ രോഗങ്ങളുണ്ട്. പക്ഷേ ഈ തകർച്ചകളെയും വേദനകളെയും ദുഃഖങ്ങളെയും പ്രയാസങ്ങളെയും കർത്താവിൻ്റെ കുരിശിനോട് ചേർത്ത് വെച്ച് അത് നന്ദിയാക്കി മാറ്റുമ്പോഴാണ് നമ്മുടെ ജീവിതം അനുഗ്രഹമായി മാറുക. അനുഗ്രഹമായി മാറുക തന്നെയല്ല, നമ്മുടെ ജീവിതത്തിലേക്ക് കർത്താവ് വീണ്ടും വീണ്ടും അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞുകൊണ്ടേയിരിക്കും. 115-ാം സങ്കീർത്തനത്തിൽ അതിൻ്റെ 12-ാം തിരുവചനത്തിൽ സങ്കീർത്തകൻ പറയുകയാണ്, ദാവീദ് രാജാവ് പറയുന്നത് ഇങ്ങനെയാണ്, കർത്താവ് എൻ്റെ മേൽ ചൊരിഞ്ഞ അനുഗ്രഹങ്ങൾ ഞാൻ എന്ത് പ്രതിഫലം നൽകും? അപ്പോൾ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ നൽകിയ അനുഗ്രഹങ്ങളെ ഓർത്ത് നന്ദിയാണ് യഥാർത്ഥമായി നമ്മൾ വചനം പഠിക്കുമ്പോൾ കാണുന്നത്. അതാണ് ദൈവസ്തുതി, ആരാധന. അതുകൊണ്ട് നമ്മൾ തിരുവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ധ്യാനിക്കുമ്പോൾ യേശു പ്രാർത്ഥിച്ചതുപോലെ യേശുമായിട്ടൊരു ഗാഢബന്ധത്തിൽ ഞാനും നിങ്ങളും പ്രാർത്ഥിക്കുമ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ യേശുവിനോട് എപ്പോഴും നന്ദിയുള്ളവരായി മാറും. 10 കുഷ്ഠരോഗികളെ യേശു സുഖപ്പെടുത്തുന്നുണ്ട്. ലൂക്കായുടെ സുവിശേഷത്തിൻ്റെ 18-ാം അധ്യായത്തിൻ്റെ 35 തിരുവനന്തപുരത്ത് നമ്മൾ കാണുന്നുണ്ട്. അവർ പോകുന്ന വഴിക്കാണ് സൗഖ്യം പ്രാപിച്ചത്. എന്നാൽ ഒരു മനുഷ്യൻ മാത്രമേ അത് തിരിച്ചു വരുന്നുള്ളൂ. യേശു ആ മനുഷ്യനോട് ചോദിക്കുന്നൊരു ചോദ്യം ഇങ്ങനെയാണ്, ഞാൻ 10 പേരെയല്ലേ സുഖപ്പെടുത്തിയത്, ബാക്കി 9 പേരും ഇവിടെ? ഈ വിജാതിനി മാത്രമേ വന്ന് ദൈവത്തെ മഹത്വപ്പെടുത്താനായിട്ട് സാധിച്ചുള്ളൂ. അതുകൊണ്ട് റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ അതിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 21-ാം തിരുവചനത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നു, അവർ ദൈവമായിരുന്നിട്ടും ദൈവത്തെ മഹത്വപ്പെടുത്തുകയോ നന്ദി പ്രകാശിപ്പിക്കുകയോ ചെയ്തില്ല. അപ്പോൾ ദൈവത്തെ 1 അംഗീകരിക്കുക, 2 മഹത്വപ്പെടുത്തുക, ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കുക. ഇതായിരിക്കും പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കേണ്ട ഒരു കാര്യം. അതുകൊണ്ട് ഈ കോവിഡ് കാലത്ത് പോലും എൻ്റെയും നിങ്ങളെയും ജീവനെ ദൈവം പിടിച്ചു നിർത്തിയപ്പോൾ, കർത്താവ് പിടിച്ചു നിർത്തിയപ്പോൾ, അനേകർ ഈ ലോകം വേർവിട്ട് പോയപ്പോൾ, പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവനെയൊക്കെ കർത്താവ് ഇപ്പോഴും കാത്ത് പരിപാലിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മൾ എപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യമാണ്. 121-ാം സങ്കീർത്തനത്തിൽ അതിൻ്റെ 3-4 തിരുവനന്തപുരത്ത് നമ്മൾ പ്രകാരം ഇസ്രായേലിൻ്റെ പരിപാലകൻ മയങ്ങിയാൽ ഉറങ്ങിയാൽ കർത്താവാണ് എനിക്ക് കാവൽക്കാരൻ, അവിടെ തള്ളേഖൻ്റെ വലതുഭാഗത്തുണ്ട്, പകൽ സൂര്യനോ രാത്രി ചന്ദ്രനോ ഉപദ്രവിക്കുകയില്ല, സകല തിന്മകളിൽ നിന്ന് കർത്താവ് നിന്നെ കാത്തുകൊള്ളുമെന്നൊക്കെ തിരുവചനം നമ്മൾ വായിക്കുമ്പോൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഓരോ പ്രഭാതത്തിലും നമ്മൾ എഴുന്നേറ്റ് നിന്ന് പ്രാർത്ഥിക്കേണ്ട ഒരു വളരെ മനോഹര പ്രാർത്ഥനയാണ്. കഴിഞ്ഞ രാത്രിയിൽ കർത്താവേ എനിക്ക് ഒരു ഉറക്കം നൽകി, ഒരു പുതിയപ്രഭാതം നീ അവിടുത്തെ തന്നു, നന്ദി പറയുന്നു. ഈ പ്രഭാതത്തെ ഓർത്ത് നന്ദി പറയുന്നു, ഇന്നേ ദിവസത്തെ ഓർത്ത് നന്ദി പറയുന്നു. ഇന്നേ ദിവസം കർത്താവെ എൻ്റെ മേൽ ചൊരിയുവാനിരിക്കുന്ന നന്മകളെ ഓർത്ത് തോബിയാസിനോട് ദൂതൻ പറഞ്ഞതുപോലെ ആ നന്മകളെ ഓർത്ത്, ദൈവം ചെയ്ത നന്മകളെ ഓർത്ത് നന്ദി പറഞ്ഞിടുവാം. നാവിത് പോരാ, നാളിത് പോരാ, ഐസും ഇത് പോരെ. അങ്ങനൊരു ഗാനം പോലും നമ്മൾ പാടുന്നുണ്ട്. നമ്മൾ കരിസ്മാറ്റിക് നവീകരണത്തിലൊക്കെ ശക്തമായി പാടുന്ന ഒരു പാട്ടാണ്. ദൈവം ചെയ്ത നന്മകളെ നന്ദി പറഞ്ഞിടുവാൻ നാവിത് പോരാ, നാളിത് പോരാ, ഐസും ഇത് പോരാ. കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ചൊരിഞ്ഞ അനേകം നന്മകളുണ്ട്. അതിനെയൊക്കെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുവാനും ആരാധിക്കുവാനും മഹത്വപ്പെടുത്തുവാനും പ്രിയപ്പെട്ടവരെ നമ്മൾ തയ്യാറാകുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ കർത്താവ് ചൊരിയുന്ന വലിയ നന്മകൾ, അനുഗ്രഹങ്ങൾ. അതാണ് യഥാർത്ഥമായ ദൈവത്തിൻ്റെ സ്തുതി. യേശുവായിട്ടുള്ളൊരു ഗാഢബന്ധത്തിൽ നമ്മൾ വായിക്കുമ്പോൾ വചനം ഇങ്ങനെ വായിക്കുന്നുണ്ടല്ലോ, 1 യോഹന്നാൻ 5:14, അവൻ്റെ ഇഷ്ടത്തിനനുസൃതമായി നാം എന്തെങ്കിലും ചോദിച്ചാൽ നമ്മുടെ പ്രാർത്ഥന സ്വീകരിച്ചു അവനിലുള്ള ഉറപ്പ്. യേശുമായിട്ടൊരു ഗാഢബന്ധത്തിലാകുമ്പോൾ യേശു പ്രാർത്ഥിച്ചതുപോലെ, പിതാവേ അങ്ങൻ്റെ പ്രാർത്ഥന ശ്രവിച്ചതിനാൽ ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു. യേശുവിനോട് എപ്പോഴും നമുക്ക് നന്ദിയുള്ളവരായി മാറാം. അങ്ങനെ നന്ദിയുള്ളൊരു ഹൃദയം ഉള്ള മക്കളായി നമ്മളെല്ലാവരും ഈ കാലഘട്ടത്തിൽ മാറണം. അങ്ങനെ നന്ദിയുള്ളവരായി മാറുക തന്നെയല്ല, അത് മറ്റുള്ളവരെ നന്ദി പറയിപ്പിക്കുവാനും പ്രിയപ്പെട്ടവരെ നമ്മൾ പഠിപ്പിക്കേണ്ടതാണ്. നമ്മുടെ മക്കളെയൊക്കെ ആണെങ്കിലും നമ്മുടെ ഭാര്യയൊക്കെ ആണെങ്കിലും നമ്മുടെ കുടുംബജീവിതമൊക്കെ ആണെങ്കിലും ഒരു നന്ദിയുള്ള ഹൃദയമുള്ളവരായി നമ്മളെല്ലാവരും മാറണം. അങ്ങനെ നന്ദി പ്രകാശിപ്പിക്കുന്നവരായി നമ്മൾ മാറണം. നമ്മൾ എല്ലാ കാര്യങ്ങളും നന്ദി പറയുന്നവരായി മാറുമ്പോൾ അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പ്രിയപ്പെട്ടവരെ
ലഭിക്കും. അങ്ങനെയാണ് തിരുവചനം നമ്മളെ സാക്ഷ്യപ്പെടുത്തുന്നത്. അങ്ങനെ പഴയ നിയമത്തിൽ മുതൽ പുതിയ നിയമത്തിലേക്ക് നമ്മൾ വരുമ്പോഴും യേശു പ്രാർത്ഥിച്ച അതേ ഒരു പ്രാർത്ഥന, ആ ഗാഢബന്ധത്തിൽ നിന്ന്, അങ്ങനെ യേശുവുമായിട്ടൊരു വ്യക്തിബന്ധം കരിസ്മാറ്റിക് നവീകരണത്തിൽ എനിക്ക് നിങ്ങൾക്കുണ്ടാകുമ്പോൾ എപ്പോഴും നമ്മൾ നന്ദിയുള്ളവരായി മാറും. അങ്ങനെ നന്ദിയുള്ള ഒരു ഹൃദയമായി നമുക്ക് മാറുവാൻ വേണ്ടി പ്രത്യേകം നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് ഈ ഒരു ശുശ്രൂഷയിൽ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന അനുഗ്രഹം യൂട്യൂബ് ചാനലിൽ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, ഞങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് അനുഗ്രഹങ്ങൾ അവിടെ നിന്ന് ചൊരിഞ്ഞിട്ടുണ്ട്. പ്രത്യേകമായി ഞാൻ നന്ദി പറയുന്നു. ഓരോ തിരുവചനം ഞങ്ങൾ വായിക്കുമ്പോഴും പിതാവുമായി ഗാഢബന്ധത്തിലാണല്ലോ അങ്ങ് പ്രാർത്ഥിച്ചത്. കർത്താവെ, അങ്ങുമായിട്ടൊരു ഗാഢബന്ധത്തിൽ ഞങ്ങൾക്ക് പ്രാർത്ഥിക്കുവാനും എല്ലാ കാര്യങ്ങളും നന്ദി പ്രകാശിപ്പിക്കുവാനും ഓരോ പ്രഭാതത്തെ ഓർത്ത്, ഓരോ ദിവസത്തെ ഓർത്ത്, ചൊരിഞ്ഞ എല്ലാ നന്മകളെ ഓർത്ത്, എല്ലാ തകർച്ചകളെ ഓർത്ത്, എല്ലാ വേദനകളെ ഓർത്ത്, എല്ലാ രോഗങ്ങളെ ഓർത്ത്, എല്ലാ പ്രശ്നങ്ങളെ ഓർത്ത് നന്ദി പറയുവാനുള്ള വലിയ കൃപ ഞങ്ങൾക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ ഈ അനുഗ്രഹം യൂട്യൂബ് ചാനൽ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളിലേക്കും ആ കൃപ ഒഴുകട്ടെ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ലൂക്കാ 1:46 പരിശുദ്ധ അമ്മ പറഞ്ഞതുപോലെ എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു, എൻ്റെ ചിത്തം രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമേൻ.